അഭിനയിക്കുന്നതാണ് എനിക്ക് കംഫർട്ട്. അപ്പോൾ അത് ഇന്ന ലാംഗ്വേജ് ഒന്നുമില്ല, മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ അഭിനയമാണ്. അതവർ ഇങ്ങനെ വിളിച്ചു. അത് നമ്മുടെ അങ്കമാലിയുടെ പെർഫോമൻസ് കണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആൾക്കാരെ ഉണ്ടാവും. புலையென்று பொழுதிந்து கடவுள் தன் முதல் பார்த்து தொழுது உன் பாத தொழுது ஆராரிராரோ 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 ஆராரிரோ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന ഡയലോഗ് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു സിനിമയിൽ കേട്ടിരുന്നു. അപ്പൊ അതിന് 100% യോജിക്കുന്ന ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, അപ്പാനി ശരത്. ഗുഡ് മോർണിംഗ് ചേട്ടാ. വെൽക്കം ടു ദി ഷോ. ഓക്കെ ചേട്ടാ, മലയാളത്തിലും തമിഴിലുമായി ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ മലയാളമാണോ തമിഴാണോ കൂടുതൽ കംഫർട്ടബിൾ? അങ്ങനെയല്ല, അഭിനയിക്കുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് അഭിനയിക്കുന്നതാണ് എനിക്ക് കംഫർട്ട്. അപ്പോൾ അത് ഇന്ന ലാംഗ്വേജ് ഒന്നുമില്ല, മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ അഭിനയമാണ്. അത് തന്നെയാണ് കംഫർട്ട്. അപ്പോ തമിഴിൽ പോയപ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ലാംഗ്വേജിൽ ഫസ്റ്റ് പോയ സമയത്ത്? തമിഴിൽ പോയപ്പോൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈസി ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ അവിടുത്തെ ഒരു ഇൻഡസ്ട്രി നമ്മളെ ഒരു വെൽക്കം ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തമിഴിലെ ആദ്യത്തെ സിനിമ സണ്ടക്കോഴി 2 എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, ലിംഗുസ്വാമി സാറിന്റെ പടം. അപ്പൊ അതില് വളരെ ചെറിയ ക്യാരക്ടറാണ്, വരലക്ഷ്മിയുടെ ബ്രദറായിരുന്നു. അപ്പൊ എന്നോട് ഒരു 6 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യണം, അത്രേ ഉള്ളായിരുന്നു. ആ സമയത്ത് ആ ഒരു ഫെസ്റ്റിവലിന് ഇടയിലുള്ളൊരു അതാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ഡെപ്ത് വേണം, അങ്ങനെ എഴുതി ചേർക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ് വീണ്ടും. അതുകൊണ്ടാണ് പടത്തിന്റെ ക്ലൈമാക്സിൽ ഞാൻ വന്നത്. അപ്പൊ അത് വളരെ പോസിറ്റീവായിരുന്നു അന്ന് ആ ക്യാരക്ടർ കിട്ടിയത്. ലെങ്ത് കൂട്ടിയതൊക്കെ ലിംഗുസ്വാമി സാറും വിശാൽ സാറൊക്കെ ഇടപെട്ട് ആ ക്യാരക്ടറെ കുറിച്ച് നല്ല പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് പടം സണ്ടക്കോഴി 2. സണ്ടക്കോഴി 2 അപ്പൊ എങ്ങനെ എത്തിയത്? അതവർ ഇങ്ങനെ വിളിച്ചു. അത് നമ്മുടെ അങ്കമാലിയുടെ പെർഫോമൻസ് കണ്ടിട്ട് വിളിച്ച ഒരു തമിഴിലൊരു മാനേജർ അജയകുമാർ എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്നു. അപ്പം ആളന്ന് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലിംഗുസ്വാമി സാറിന് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ, ആ പുള്ളിയാണ് എന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം വന്നാൽ നന്നായിരിക്കും എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് വിളിച്ചത്. അടിപൊളിയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ, അടിപൊളിയായിരുന്നു. കുറേ ദിവസം എടുത്തു ഷൂട്ടിംഗ്. ഫൈറ്റ് ആയിരുന്നു. ദണ്ഡിക്കൽ ഭാഗത്തൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ്. ആ സിനിമ ഇറങ്ങുമ്പോഴേ എന്നെ ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തൊന്നുമില്ല. കാര്യം വേറൊരു വിഗ്ഗൊക്കെ വെച്ചിട്ടൊരു സൈക്കിക് ക്യാരക്ടറായിരുന്നു. അധികം ആർക്കും തന്നെ ആ സിനിമ ഇറങ്ങിയപ്പോൾ മനസ്സിലായില്ല. അതിനുശേഷമാണ് ഈ പറഞ്ഞ ചെക്കച്ചിയോണ്ടാവാനും പണിസാറിന്റെ പടത്തിലേക്ക് ഒരു വീഡിയോ വന്നത്. അതും ചെറിയ ക്യാരക്ടറായിരുന്നു. ഞാൻ അതർ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെറുത് വരുന്നൊന്നുമില്ല. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യും. അത് മലയാളത്തിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ചെക്കച്ചിയോണ്ട് വാരത്തിൽ വിളിക്കുമ്പോഴും ഭദ്ര ടാക്കീസ് കോള് വരുന്നു, പടയക്ക സാറിന്റെ പടം, സന്തോഷ് സാർ ക്യാമറ, എ.ആർ. റഹ്മാൻ സാർ ബേജിയം, പിന്നെ നമ്മൾ വളരെ കുഞ്ഞുനാളെ മുതൽ കണ്ടുവരുന്ന ആക്ടേഴ്സ് ആണ് അരവിന്ദ്, ചിമ്പു, ഇവരോടൊപ്പം ഒരു സ്ക്രീൻ നമുക്ക് കിട്ടുന്നു. അങ്ങനെ പോയി ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ സിനിമയിലേക്ക് എത്തിയത്. ഭയങ്കരമായിട്ട് ഒരു ആ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഭയങ്കര രസമായിരുന്നു. 3-4 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയം. അതായത് രണ്ടാമത്തെ സിനിമ ചെക്കച്ചിവന്തവാൻ. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തമിഴ് പടങ്ങൾ വന്നു തുടങ്ങി. ഒരു ഇപ്പോഴും റിലീസ് ആവാത്തൊരു സിനിമയുണ്ട്, കുതിരപ്പൂക്കൾ എന്നൊരു തമിഴ് പടം. നമ്മുടെ മലയാളത്തിൽ തന്നെ സെവനാഴ്സ് മോഹൻജാനാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ പി സുകുമാർ സാറാണ് ക്യാമറ ചെയ്തേക്കുന്നത്. എനിക്ക് ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിനോട് അടുത്തിരിക്കുന്ന സിനിമയാണ്. വളരെ നല്ല സിനിമയാണ്. പക്ഷെ അതിലൊരു തിയേറ്ററിൽ എത്തിയിട്ടില്ല. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് കുറെ ഫെസ്റ്റിവൽസിനൊക്കെ ആ സിനിമ അയച്ചിട്ടുണ്ട്.
അതിനുശേഷം ആ ഉതിരപ്പൂക്കൾ എന്ന് പറയുന്ന തമിഴ് സിനിമയ്ക്ക് ശേഷമാണ് അമല എന്നൊരു മലയാള പടം ഞാൻ ചെയ്തിട്ട് അത് തമിഴിൽ റീമേക്ക് ചെയ്തിട്ട് അത് ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടി. അത് ചെന്നൈയിൽ ഒരുപാട് ദിവസം തിയേറ്ററിൽ ഓടി, ഫെസ്റ്റിവലിൽ ഓടി. അത് കഴിഞ്ഞ ശേഷം ഓട്ടോശങ്കർ. ഓട്ടോശങ്കറാണ് ഫസ്റ്റ് ഹീറോ വെബ് സീരീസ്. ചേട്ടൻ നേരത്തെ നമ്മൾ ഓട്ടോശങ്കറിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഓട്ടോശങ്കറിൽ ഒരു സൈക്കോ കില്ലർ ആയിരുന്നല്ലോ. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ അത് നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. എന്തെല്ലാം പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് എല്ലാ ക്യാരക്ടറും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് ചെയ്യാനായിട്ട്. നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നതാണ് ആക്ച്വലി. ഇപ്പൊ ഓട്ടോശങ്കർ എനിക്കൊന്ന് 2017 സമയത്ത് 18 സമയത്താണ് അത്, അല്ല 2018 റിലീസ് ആവുന്നത് ഓട്ടോശങ്കർ. ഓട്ടോശങ്കർ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറക്ടറുടെ പേര് രംഗ എന്നാണ് ഡയറക്ടറുടെ പേര്. വെബ് സീരീസ് ഗ്രാജുവലി വെബ് സീരീസ് ഒക്കെ വരുന്നതിന് മുമ്പ് ചെയ്ത ഒരു സീരീസ് ആണ്. അതിന് കുറെ പ്രത്യേകതകൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴിൽ ആദ്യത്തെ വെബ് സീരീസ് ആണ്. റീജിയണൽ ലാംഗ്വേജ് അവാർഡ് കിട്ടിയതാണ്. C5 റിലീസ് ആയിട്ടുള്ളത്. ആ ക്യാരക്ടറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രോസസ്സിങ് തന്നെയായിരുന്നു. ആ ടീമിന്റെ ഒരു സപ്പോർട്ട് അതിഭീകരമാണ്. DOP മനോജ് കർമ്മവംശ, നമ്മുടെ ലിയോയിലൊക്കെ ക്യാമറ. അപ്പം ട്രേഡൻ ആർട്സ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. രാക്ഷസൻ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് അതിന്റെ സ്റ്റോറി നമുക്ക് നരേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഒരാളുടെ ചെന്നൈയിൽ ജീവിച്ചിരുന്ന ഒരാളുടെ റിയൽ ബയോഗ്രഫിയാണ്. അപ്പൊ അതില് നമ്മൾ ആ ക്യാരക്ടറിനും അത്രയും അധികം നീതി പുലർത്തണം. നാളെ സമയത്ത് അത് നമ്മൾ എന്തെങ്കിലും മാറ്റി ചെയ്താൽ പോലും അത് നമുക്ക് ബാധിക്കാത്ത രീതിയിൽ ആണ് അത് പെർഫോം ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 മാസത്തോളം സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം കയറ്റണമായിരുന്നു. അങ്ങനെ കുറെ അധികം ഇതിനെല്ലാത്തിനും അപ്പുറം നമുക്ക് മെന്റലി നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്, ഓട്ടോശങ്കർ ചെയ്യാനായിട്ട്. അപ്പൊ അത് ഗംഭീരമായിരുന്നു, നല്ലൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ സിനിമയ്ക്കും അത് കിട്ടണമെന്നില്ല. അത് ചില വർക്കിന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമുക്ക് മനഃപൂർവ്വമായിട്ട് അഭിനയിക്കുന്നത് ഉണ്ടാവും, നമ്മൾ പോലും അറിയാതെ അഭിനയിക്കുന്നുണ്ടാവും ചില സീനുകൾക്ക്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓട്ടോശങ്കറിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോശങ്കറൊക്കെ അങ്ങനെ നമുക്ക് എഴുതി ചേർക്കപ്പെട്ട നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാലും എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് പോയാലും ഒരു സിഗ്നേച്ചർ ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഓട്ടോശങ്കർ. അത് ഓട്ടോശങ്കർ അതിന് ശേഷമാണ് കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിന് നമ്മുടെ അടുത്ത് ഒരു താല്പര്യം തോന്നിയത്. അതിന് മുമ്പ് ജിമിക്കി കമ്മലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ജിമിക്കി കമ്മൽ ബോയ് എന്നുള്ള സംഭവം ഉണ്ട്, അങ്കമാലി ഹിറ്റാണ് അവിടെ. അതിനുശേഷം കുറച്ച് അധികം ഓഡിയൻസ് ഉണ്ടായത് ഈ പറഞ്ഞ ഓട്ടോശങ്കറാണ്. ഞാൻ ഇപ്പോഴും മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. ഇപ്പോഴും ഞാൻ അവിടെ തമിഴിലാണെന്ന് എന്റെ മനസ്സിൽ തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. ഓട്ടോശങ്കർ എനിക്ക് എന്റെ ആക്ടിങ് കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ് ഓട്ടോശങ്കർ. അമല, നേരത്തെ നമ്മൾ അമലയെ പറ്റി സംസാരിച്ചായിരുന്നു. അപ്പൊ അമലയിലൊരു അതും ഒരു സൈക്കോ കില്ലർ ആണ്, സൈക്കിക്. അപ്പൊ അതുപോലെ ഒരാളെ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ചേട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അതിപ്പം എങ്ങനെ റിയാക്ട് ചെയ്താൽ ആ സമയത്തല്ലേ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം തോന്നുന്നു, ആ സമയത്ത് എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യാത്തേ ഉള്ളൂ. അല്ല, അങ്ങനെ വരൂല. അത് അമലയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡെപ്ത് ആണ്. അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ റിയൽ ലൈഫിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, അതൊരു ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു ആ സിനിമ. എനിക്കൊന്ന് അനാർക്കലി മരക്കാരൻ 2ാമത്തെ പടം വരുന്നു. എന്റെയും അങ്കമാലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ്. കുറെ നാളെടുത്തു ആ സിനിമ ഷൂട്ടിംഗ് തീർക്കാനാണെങ്കിലും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുത്തു. അത് ലാസ്റ്റ് തിയേറ്ററിൽ എത്തിയത് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് എത്തി. ചെന്നൈയിലൊക്കെ ഫെസ്റ്റിവലിലൊക്കെ പോയി അതിന് ശേഷമാണ് തിയേറ്ററിൽ എത്തിയത്. അതിപ്പോ ആമസോണിലുണ്ട് പടം. അടിപൊളി പടം വരുന്നത്. ഭയങ്കര രസമുള്ള പരിപാടിയാണ് ആ സിനിമ അമല. അപ്പോ ചേട്ടന്റെ ഇതുവരെയുള്ള കരിയറിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അതാരായിരിക്കും? ആദ്യം തന്നെ നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മളെ അമ്മ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇവിടെ ഉള്ളൂ. അപ്പൊ അതൊന്നും പിന്നെ കരിയറിൽ നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാരുണ്ട്.
എങ്ങനെ പറയാ, സിനിമയിൽ എത്തിയതിനു ശേഷമാണോ അവർ എത്തിയതിന് മുമ്പാണോ? സിനിമ കരിയറിൽ സിനിമ എത്തിയതിനു ശേഷം. സിനിമയിലേക്ക് ആദ്യം കൊണ്ടുവന്ന ലിജോ ചേട്ടൻ. ഒരു പക്ഷെ ലിജോ ചേട്ടനും ചെമ്മൻ ചേട്ടനും ഇല്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിലേക്ക് എത്തില്ല. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഞാൻ PG തിയേറ്റർ പഠിക്കുന്ന സമയത്താണ് ഇതിന്റെ ഓഡീഷൻ നടക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ഓഡീഷനിൽ പങ്കെടുത്ത സമയത്ത് എന്നെ സെലക്ട് ചെയ്തത് അവരാണ്. ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അങ്കമാലി ഡയറീസ് എന്ന സിനിമ അങ്കമാലിക്കാർക്കുള്ള സിനിമയാണ്. എന്നിട്ടും എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു മനസ്സ്, അതുകൊണ്ട് അവരാണ് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് അവരുടെ അടുത്താണ്. കാരണം എന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന അവരാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആൾക്കാരെ ഉണ്ടാവില്ല. ബാക്കി നമ്മുടെ കയ്യിലാണ്. നമ്മുടെ സിനിമയിലേക്ക് ഒരു എത്തി, പിന്നെ പിടിച്ചു നിൽക്കുക, നമ്മൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഓഡിയൻസിനിടയിൽ നല്ലൊരു പേരുണ്ടാക്കി എടുക്കുക, ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ള നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യമാണ്. അത് നമ്മൾ മാത്രം കഷ്ടപ്പെട്ടാലേ നടക്കുള്ളൂ. അതെ. പിന്നെ ഒരു എൻട്രി, നല്ലൊരു എൻട്രി കിട്ടി എനിക്ക്. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു, മോശം പറഞ്ഞല്ല, കുറച്ച് പറഞ്ഞല്ല, അങ്ങനെ വന്ന ആളല്ലല്ലോ. എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് ഒരു നല്ലൊരു സംവിധായകന്റെ സിനിമയിൽ മികച്ച വില്ലനായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. അപ്പൊ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ചെയ്ത കഥാപാത്രം ജനങ്ങൾ അത്രയധികം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇനി അതിന്റെ മുകളിലോട്ട് മാത്രമേ പെർഫോം ചെയ്യാറുള്ളൂ. അവരെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യണം എന്ന് കരുതി എനിക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനും പറ്റൂലായിരുന്നില്ല. കാര്യം ഞാൻ വളരെ വട്ടപൂജ്യത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ആളാണ്. മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് കുറെ സിനിമകളിൽ ഞാൻ അഭിനയിക്കേണ്ടി, അതിനുശേഷം കുറെ സിനിമകൾ അഭിനയിക്കും. അതെല്ലാം തന്നെ എനിക്ക് പക്ഷെ അപ്പാനി രീതി പോലെ അങ്ങനെ പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് വിജയിക്കും, ചിലർക്ക് പരാജയപ്പെടും. പരാജയപ്പെടുന്നതോറും നമ്മൾ ഓരോ കഥാപാത്രം ചെയ്ത് വിജയിക്കാൻ വേണ്ടി മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മാലിക്കിലെ ഷിബു എന്ന ക്യാരക്ടർ ചോദിച്ച് മേടിച്ചതാണ്. അപ്പൊ അതെന്താ ആ ഒരു ക്യാരക്ടർ ചോദിച്ചത്? അത് ആക്ച്വലി ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു RJ ശാലിനി. അപ്പൊ എന്നോട് ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പടം തുടങ്ങുന്നുണ്ട്, ഞാനിപ്പം FMന്നൊക്കെ മാറി ഒരു കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെയാണ്, അപ്പം ഇത് പടം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാ ആൾക്കാരുമായിട്ടും ഈ മീഡിയ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേരുണ്ട്, സിനിമയിൽ അതിന് ശേഷമുള്ള സുഹൃത്തുക്കൾ. എല്ലാവരും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പടങ്ങൾ ഓണാകുമ്പോൾ എന്നെ വിളിച്ച് പറയും, ഇങ്ങനൊരു പടം തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. പിന്നെ മഹേശ്വരനുമായിട്ട്, എന്റെ ഡയറക്ടർ മഹേശ്വരനുമായിട്ട് ഞാൻ നേരത്തെ പരിചയമുണ്ട്, സിനിമയിൽ വന്നതിന് ശേഷമുള്ള പരിചയമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞു നമ്മുടെ തിരുവനന്തപുരം ഭീമാവള്ളി അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്റെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്താണ് ഞാൻ +2 പഠിച്ചത് കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഈ പണ്ട് മൊബൈൽ മേടിക്കാനൊക്കെ ഭീമാവള്ളി പോകാറുണ്ട്. പിന്നെ ഭീമാവള്ളി നടന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. എന്റെ കുറെ നല്ല സുഹൃത്തുക്കൾ അവിടെ താമസിക്കുന്നുണ്ട്, ഞാൻ അവിടുത്തെ പള്ളിയിൽ പോകാറുണ്ട്, എനിക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു കഥ സിനിമയായി വരുമ്പോൾ അതിൽ ഭാഗമാവണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമായിരുന്നു. പിന്നെ മഹേശ്വരന്റെ ടേക്ക് ഓഫ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സിനിമയാണ്. നല്ല എഡിറ്ററാണ്, നല്ല ഡയറക്ടറാണ്. അപ്പൊ ആ ടീമിലൂടെ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം അപ്പുറം പകുതിക്ക അവരൊരു ടീം. അങ്ങനെ ഞാൻ മഹേശ്വരനെ വിളിച്ചു. മഹേശ്വരനെ വിളിച്ചിട്ട് അന്ന് സത്യം പറഞ്ഞാൽ അന്ന് അങ്ങനെ വലിയ സിനിമകളൊന്നും ഇല്ലെന്നല്ല, ഉണ്ട്. ഒരു സിനിമ കഴിഞ്ഞ് കുറച്ച് നല്ല ടൈം എടുത്തിട്ടൊക്കെയാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് സിനിമ വരുന്നത് അങ്ങനെയാണ്. ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഓടി നടക്കുന്നില്ല. ഒരു സിനിമ കഴിഞ്ഞ് ആ സിനിമയുടെ ഒരു ജനങ്ങളുടെ ഇഷ്ടമൊക്കെ പറ്റി അടുത്ത സിനിമ വളരെ സമയം എടുത്താണ് ഞാൻ ഓരോ സിനിമകളിലേക്ക് എത്തുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിൽ ഈ മാലിക്കിന്റെ സംഭവം അറിയുന്നത്. അപ്പൊ അങ്ങനെ മഹേശ്വരനെ ഞാൻ വിളിച്ചു. മഹേശ്വരനോട് ഞാൻ ചോദിച്ചു, ഇതുപോലെ ചേട്ടാ ഇങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണമെന്ന്. പുള്ളി അപ്പൊ തന്നെ പറഞ്ഞില്ല, ഇല്ല, ഇതിൽ പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം ആയി, എന്തായാലും നീ ഇടയ്ക്കൊന്ന് കാണാൻ നമുക്കൊന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഞാൻ നിരന്തരമായ എന്റെ ഫോൺ വിളിയും ശല്യം കാരണം മഹേഷേട്ടൻ പറഞ്ഞു, എന്നാ പിന്നെ നമുക്കൊരു ക്യാരക്ടർ ചെയ്യാം, നീ ബാ. അങ്ങനെ വിളിച്ചു വരുത്തിയാണ്. വളരെ എന്നോട് പറഞ്ഞു, എടാ ഇത് ചെറിയൊരു സംഭവമാണ്, പക്ഷെ ആ സിനിമയെ സംബന്ധിച്ച് അതിന്റെ ഒരു സ്പേസ് ഉണ്ടാവും, നീ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഏരിയയിൽ മൊത്തം, നല്ല പരിപാടിയായിരിക്കും, നീ ചെയ്യാം. പിന്നെയാണ് അവിടെ ലൊക്കേഷൻ എത്തിയതിനു ശേഷമാണ് ആ ഗെറ്റപ്പും ഒക്കെ പിന്നെ പ്ലാൻ ചെയ്ത്, പിന്നെ ഒരു എന്താ പറയണ, നമുക്കൊരു സാധനം തരുമ്പോ നമ്മളുടെ ഒരു ഇടപെടൽ ഉണ്ടാവുള്ളൂ ആ ക്യാരക്ടറിനോട്. അങ്ങനെ ചെയ്ത്
പോയതാണ്. പക്ഷെ അതും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അതെ, ബ്ലെസ്സിങ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ അതെ. ആ ക്യാരക്ടർ അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് മഹേഷാണ് എന്റെ താങ്ക് യു. ഓക്കെ. പിന്നെ ചേട്ടൻ ഫസ്റ്റ് പോലീസ് വേഷം ചെയ്യുന്നത് കാക്കിപ്പട. അതിനുവേണ്ടി ഭയങ്കര ഒരു മേക്ക് ഓവർ ഒക്കെ ഉണ്ടായിരുന്നു, തടിച്ച് താടിയൊക്കെ കളഞ്ഞിട്ടല്ലേ. അപ്പൊ അത് എങ്ങനെയായിരുന്നു, ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മേക്ക് ഓവർ? എനിക്ക് പൊതുവേ ഈ പറഞ്ഞ അപ്പാനി രീതി കഥാപാത്രം ചെയ്തതിനു ശേഷം ഞാൻ എല്ലാ സിനിമയിലും താടിയും ഇതൊക്കെ വെച്ചിട്ട് വില്ലൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു 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 ടൈപ്പ് ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സ്വയം തോന്നി. അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ സബ്ജക്ട് വന്നത്, കാക്കിപ്പട വന്നത്. കാക്കിപ്പട വന്നപ്പോൾ കുറച്ച് ഫിസിക്കലി കുറച്ച് വണ്ണം വെക്കണമായിരുന്നു. പിന്നെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പോലീസ് ക്യാരക്ടർ ഞാൻ ഇതുവരെ അങ്ങനെ ഫസ്റ്റ് ടൈമാണ്, നാടകത്തിൽ പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ ചെയ്തു. അത് ആ ടീമിന്റെ ഒരു സപ്പോർട്ട്, നിരഞ്ജൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ ഒരു ക്രൂവിന്റെ ഒരു സപ്പോർട്ടൊക്കെ കൂടി ഭയങ്കര ഇഷ്ടമായ സിനിമ എനിക്ക്. അത് എല്ലാവർക്കും, ഒരുപാട് ആൾക്കാർ, ഫാമിലി ഓഡിയൻസിന് ഒരുപാട് പേർക്ക് ആ സിനിമ ഇഷ്ടമായിട്ട് എന്നെ ഒരുപാട് ഫാമിലി ഓഡിയൻസ് വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ് കാക്കിപ്പടം. നാടകത്തെ പറ്റി പറഞ്ഞതുപോലെ നാടകം ചെറുപ്പം മുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണല്ലോ ചേട്ടൻ. അപ്പോ തിയേറ്റർ ലൈഫ് എന്നൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഐഡിയ, ആപ്പിന്റെ തിയേറ്റർ ലൈഫ് എന്നൊരു ആപ്പിന്റെ ഐഡിയാസ് ഒക്കെ എവിടെ നിന്നാണ് വന്നത്? ഞാൻ നാടകത്തിലേക്ക് എത്തുന്നത് എന്റെ വളരെ കുട്ടിക്കാലത്ത് എത്തിയൊരു മേഖലയാണ് നാടകം. ഞാനത് ഒരു കാരണവശാലും ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനാവാനായിട്ടോ നാടകത്തിലേക്ക് എത്തിയ ആളൊന്നുമല്ല. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കലാമന്ദിരം, ഒരു നാടക സമിതി ഉണ്ട്. ഞാൻ അവിടെയാണ് റെഗുലറായിട്ട് നാടകമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന. അവിടെ നാട്ടുപ്രദേശമാണ് എന്റെ തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെ എന്റെ എനിക്ക് ഏകദേശം എന്റെ ഒരു 4-5 വയസ്സ് തൊട്ടേ ഞാൻ ബാലനാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും ബാലയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. പിന്നെ ഇത് ഞാൻ കണ്ടു വളർന്നതെല്ലാം ഈ സ്റ്റേജും ലൈറ്റും കർട്ടനൊക്കെയാണ് ഞാൻ കണ്ടു വളർന്നത്. അപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ നാടകങ്ങൾ ചെയ്തത്. നമ്മുടെ സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം, അങ്ങനത്തെ കലോത്സവങ്ങൾക്കാണ് കൂടുതൽ നാടകം ചെയ്യുന്നത്. ഇത് നാടകം മാത്രമല്ല കേട്ടോ, നാടകം, മിമിക്രി, മോണോ ആക്ട്, എല്ലാ പരിപാടിക്കും, അറിഞ്ഞൂടാത്ത എല്ലാ പരിപാടിക്കും പേര് കൊടുത്ത് അന്നേ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ മത്സര ബുദ്ധിയല്ല, നമ്മുടെ ഈ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ കൈയടി വാങ്ങിക്കുക, അല്ലെങ്കിൽ പൂവൽ വാങ്ങിക്കുക, ഇതൊക്കെ നമുക്ക് വളരെയധികം സുപരിചിതമായ കാര്യങ്ങളാണ്. അങ്ങനെ നാടകത്തിലേക്ക് എത്തിയതാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് ഒരു ഹയർ സെക്കൻഡറി എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വളരെ സീരിയസ് ആയി ഒരു വരുമാന മാർഗമായിട്ട് മാറിയത് അപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി കഴിഞ്ഞ് എല്ലാവരും ഇപ്പോഴും വന്നു. എന്റെ ഫ്രണ്ട്സൊക്കെ പലവരും നഴ്സിംഗും അങ്ങനെ പല പല അഡ്മിഷനും പല കാര്യങ്ങൾക്കൊക്കെ പോയപ്പോൾ ഞാൻ ബയോളജി സയൻസാണ് പഠിച്ചത്. അത് എന്നെ കഷ്ടപ്പെട്ട ജയിച്ചത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എല്ലാവരും പല പല കോഴ്സ് എടുത്ത് പോയപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് മച്ചാന്റെ ഐഡിയ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ പറഞ്ഞ പോലെ സിനിമ, നാടകം, ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ആ റൂട്ട് പോവാം, അതായിരിക്കും നല്ലതെന്ന്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നാടകം പഠിച്ച് അല്ലെങ്കിൽ നാടകം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അതിന് കിട്ടുന്ന വരുമാനമൊക്കെ തുച്ഛമായ വരുമാനമുണ്ട്. ആ വരുമാനം വെച്ചൊന്നും നമ്മുടെ കുടുംബമൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അറിയാലോ, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഫുൾ പ്രാരാബ്ദവും അവരെ കയ്യിലാണ്. സ്വാഭാവികമായിട്ട് ഈ പഠിക്കേ ജോലിക്ക് പോയി എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ നമ്മള് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഷ്ടപ്പെട്ട മേഖല നാടകമായതുകൊണ്ട് നാടകവും ചെയ്തു, പ്ലസ് കറസ്പോണ്ടായിട്ട് ഞാൻ ഡിഗ്രി എടുത്തത്. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റി, രണ്ടും ഒരേ സമയത്ത് പാരലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. കൂടുതൽ സമയവും നാടകത്തിന് വേണ്ടി തന്നെയാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫാമിലിയിലും അല്ലാതൊക്കെ, റിയൽ ലൈഫിലൊക്കെ. പക്ഷെ ഇഷ്ടമുള്ളത് ചെയ്യാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എവിടെ നിന്നാണോ സ്വസ്ഥത സമാധാനം കിട്ടുന്നത്, നമ്മൾ അതിന്റെ പുറകെ പോകും. ഹാപ്പിനെസ് എന്താണോ അതിന്റെ പുറകെ പോകും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അന്നും അഭിനയിക്കുക എന്നുള്ളതാണ്, ഇന്നും അത് തന്നെയാണ്. അങ്ങനെയാണ് എത്തി. പിന്നെ ഈ പറഞ്ഞ ഒരു ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അഭിനയം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം എന്ന് മനസ്സിലാക്കുകയും പല പല നാടക സമിതികളിലും പല പല നാടക ആശാന്മാരുടെ കൂടെയും നാടകം അഭിനയിക്കാൻ പോവുകയും അല്ലെങ്കിൽ നാടക സംഘത്തിൽ വർക്ക് ചെയ്യാൻ പോവുകയും, നാടക സംഘത്തിൽ അഭിനയിക്കാൻ മാത്രമല്ല, ഘട്ടം കെട്ടാൻ പോവും, ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവും, മേക്കപ്പിന് പോവും, അങ്ങനെ പല ജോലിക്കും പോവും. പിന്നെ അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഭയങ്കര രസമായിരുന്നു ആ സമയം. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു, അങ്ങനെ കർട്ടൻ കെട്ടാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ഒരാള് എന്ന്
തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നുണ്ട് ചേട്ടന്? അല്ല, എനിക്ക് അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് മുന്നോട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കൊരു ലൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഒരു ഇത്ര സ്പേസിൽ പെർഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്പേസിൽ നിന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു മിനിമം ഒരു ബോധം എനിക്ക് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ തിയേറ്ററിൽ നിന്നതുകൊണ്ടാണ്, ഞാൻ നാടകത്തിൽ വന്നതുകൊണ്ടാണ്. പിന്നെ എനിക്ക് എവിടെ കൊണ്ട് കിട്ടാലും ഞാൻ കിടക്കും. മനസ്സിലായില്ലേ? എനിക്ക് എവിടെ സ്ട്രീറ്റിൽ പോയിട്ട് നിന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും. എനിക്ക് അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു തമിഴ് പടം ചെയ്യാൻ വേണ്ടിട്ട് കുറ്റംയാതന, ആ സിനിമയില് ഒരു കാറിൽ ഇങ്ങനെ ക്യാമറ കൊണ്ടുപോകും. ഞാനും എൻ്റെ ഒരു കോ ആക്ടറും കൂടെ ബൈക്കിൽ പോകും. അപ്പൊ ബൈക്കിൽ ട്രാവലിംഗ് ഷോട്ടാണ്. അപ്പൊ ഏകദേശം ഒരു 6-7 ചേഞ്ചസ് ഉണ്ട്. ഞങ്ങള് റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് ഒരു കോസ്റ്റ്യൂം മാറി, അടുത്ത ഷർട്ട്, അടുത്ത കോസ്റ്റ്യൂം മാറി. അപ്പൊ അതൊക്കെ നമുക്ക് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് ആ വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ്, രണ്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ നമുക്ക് ഈ സ്ട്രീറ്റ് പ്ലേ ചെയ്ത തെരുവ് നാടകങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് പ്ലേസിൽ നിന്നും ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ്. പിന്നെ അറിയാലോ, ഈ ഉത്സവ പരമ്പര നാടകം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഒന്നും VIP ഓഡിയൻസ് ഒന്നും അല്ല, എന്റെ കാലിലൊന്നും അല്ലല്ലോ കളിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ആൾക്കാരും മുമ്പിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഇനി എത്ര എഫേർട്ട് എടുത്ത് പെർഫോം ചെയ്താലും ഒരു എക്സ്പ്രഷനും കൊടുക്കാതെ, ഒരു കൈയടിക്കുകയും ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ എത്ര നന്നായിട്ട് ചെയ്താലും പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ഓഡിയൻസിൽ നിന്നാണ് നമ്മൾ കൺവെർട്ട് ചെയ്ത് വന്നത്. അങ്ങനെ പെർഫോം ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഗുണകരമാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ഓക്കെ. അതുപോലെ തന്നെ ചേട്ടൻ നാടകത്തിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നാടകത്തിൽ മ്യൂസിക് ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില ടൈമിലൊക്കെ ഞങ്ങൾ ഈ നാടകം പഠിപ്പിക്കാൻ പോകും. സ്വന്തമായിട്ട് സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നാടകം പഠിപ്പിക്കാൻ പോകും. അതൊരു വരുമാന മാർഗമായിരുന്നു. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒത്തിരി സ്കൂളുകളിൽ മൈമും നാടകമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നാടകം ചെയ്യുകയും ആ നാടകത്തിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കുകൾ കമ്പോസ് ചെയ്യുകയും അല്ലെങ്കിൽ മൈമിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഫിലിമിൽ അപ്പോ ആക്ടിങ് അല്ലാതെ ഏതൊക്കെ മേഖലകളിൽ ചേട്ടൻ കൈവച്ചിട്ടുണ്ട്? അഭിനയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അത്യാവശ്യം എനിക്ക് എഴുതാൻ നല്ല ആഗ്രഹമുള്ള ആളാണ്. തിരക്കഥയല്ല, കഥ എഴുതും, പിന്നെ പാട്ട് പാടും. ഓക്കെ. പാട്ട് പാടിയിട്ടുണ്ടോ? പാട്ട് ഞാൻ ഇപ്പം കിറുക്കൻ എന്നൊരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ അതിന്റെ ടൈറ്റിൽ മ്യൂസിക് പാടിയ ഞാനാണ്. പിന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഓഫ് റോഡ് എന്നൊരു സിനിമയുണ്ട്, അതിൽ നമ്മുടെ ജാസിയായിട്ട് ഞാനും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ 2 പാട്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. പാട്ട് ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പാട്ട് പരിപാടികളൊക്കെ പോയി ഇരിക്കാറുണ്ട്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പാട്ട് ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞു നമ്മുടെ നാട് ട്രിവാൻഡ്രമാണ്, നമ്മളും ട്രിവാൻഡ്രം ഉള്ളവരാ. അപ്പോ ചേട്ടന് ട്രിവാൻഡ്രം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ബെസ്റ്റ് മെമ്മറി എന്തായിരിക്കും? ബെസ്റ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അത് ഒന്നുമല്ല, ഒത്തിരി മെമ്മറീസ് ഉണ്ട് ട്രിവാൻഡ്രം. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കവടിയാർ മാനവീയം റോഡ് എന്ന് പറഞ്ഞ മാനവീയ റോഡിലൊക്കെ ഒത്തിരി നാടകങ്ങൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട് അവിടെ. എന്നെ ഒരുപാട് തരത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത സ്ഥലമാണ് ട്രിവാൻഡ്രം. ഒന്നും അല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് അവിടെ നിന്നാണ് ഒരു ഫുൾ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു കലാകാരൻ നിലയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് ട്രിവാൻഡ്രം. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഷൂട്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ നാടാണ്, നമുക്ക് സംസാരിക്കാം, നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതെ, ഈ പറഞ്ഞ പോലെ പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം പ്രേക്ഷകർക്ക് ചിലപ്പോൾ അതൊരു പുതിയ അറിവ് തന്നെയായിരിക്കും. ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്, നമുക്ക് രണ്ടുപേരും പാടാവോ? சிறகாக உன்னை நான் ஏந்தி செல்வேன், சினுங்காமல் உன்னை நான் பார்த்து கொள்வேன், ஒரு கோடி இன்பங்கள் உன்னை பார்த்த நொடியில் நான் வாழும் நாள் மட்டும் நீ எந்த மடியில், உனை என்று பொழுதிங்கு கடவுள் தன் முதல் பார்த்து தொழுது உன் பார்த்து தொழுது. ஆராரிராரோ 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 ஆராரிரோ ஆராரிராரோ ஆராரிராரோ
ആരാരിരാരോ ആരാരിരോ. അഭിനയിച്ച സിനിമകളില് ചേട്ടന് പ്രേക്ഷകരുടെ അടുത്തേക്ക് ചേട്ടൻ വിചാരിച്ച പോലൊരു എത്തിയിട്ടില്ല, ആ ഒരു ക്യാരക്ടർ പ്രേക്ഷകരിലേക്ക് അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള സിനിമയോ റോളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മള് ഓഡിയൻസ് ഒക്കെ ഒരുപാട് മാറി. അതെ. അപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിച്ചാലും അതിന്റെ ടോട്ടാലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ഒന്ന്. രണ്ട്, ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്യും, ചിലപ്പോൾ അവർക്ക് വർക്ക് ആവണമെന്നില്ല. നമ്മൾ വർക്ക് ആവാൻ വേണ്ടിയിട്ട് അതാണല്ലോ നമ്മുടെ ജോലി, അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു ക്യാരക്ടർ കേൾക്കാൻ നമ്മളത് എഫേർട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. അതിന് വിഷമം വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഒന്നിൽ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി പിടിച്ച് പോകുക, അത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മൾ നടനായി സിനിമയിലെത്തി. അപ്പം എന്താണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ സിനിമയിലേക്ക് ഒരു നടനായി വന്ന ആളല്ലല്ലോ ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടെന്നുള്ള വാക്കല്ല, നമ്മൾ അങ്ങനെയാണ്, അതിന്റെ ഭാഗം അതാണ്. അത് നമ്മൾ ചെയ്യി മിനിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ ഇനി തമിഴിൽ ഒരു വില്ലൻ റോള് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നായകനായിട്ട് ആര് വരണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം? ആരെ കൂടെയാണെങ്കിലും അഭിനയിക്കും. ഓക്കെ. ഇന്ന ആളെന്നൊന്നുമില്ല. എന്നാലും ഒരാള് ഒരു ചെറിയൊരു ഇഷ്ടം കൂടുതൽ കാണുമല്ലോ. ഇഷ്ടം അങ്ങനെ ഇന്നൊരാളെ പേര് പറഞ്ഞ് ചിലപ്പോൾ മറ്റുള്ളവരാരും വിളിച്ചില്ലെങ്കിലും വിചാരിച്ചിട്ട് അത് പേര് പറയില്ല. എങ്കിലും കുഴപ്പമില്ല, എല്ലാവരും കൂടെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. എല്ലാരും വിളിക്കട്ടെ, അഭിനയിക്കണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. വില്ലൻ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. നായകനും വില്ലനും വന്നു കഴിഞ്ഞാൽ ഞാൻ വില്ലനെ ചൂസ് ചെയ്യും. വില്ലനെ ഇഷ്ടമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്റെ ക്യാരക്ടർ, എനിക്കത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഞാൻ ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്നുള്ളത്. പിന്നെ ഇപ്പം ഡയറക്ടർ ആരാണ്, ഡയറക്ഷൻ ആരാണ്, എങ്ങനെയുണ്ട് ടീം, DOP എങ്ങനെയാണ്, ഞാൻ അത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര പണിയെടുത്തിട്ട് തിയേറ്ററിൽ കൊണ്ടെത്തിയാലും സിനിമ ടോട്ടൽ നല്ലതല്ലെങ്കിൽ അത് നമ്മളെ കൂടെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് മാത്രം ആരാണ് ഡയറക്ഷൻ, ആരാണ് സ്റ്റോറി, എങ്ങനെയുണ്ട് സ്റ്റോറി, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കും. എന്ന് കരുതി വേറൊരാളെ ക്രിയേറ്റിവിറ്റിയിൽ കയറി ഇടപെട്ട് അതിങ്ങനെ കീറി കുടിക്കത്തൊന്നുമില്ല. ഒന്ന് അന്വേഷണം നടത്തും, അത്രേ ഉള്ളൂ. ഒരു റോള് കഴിഞ്ഞ ഉടനെ അതിന്റെ ക്യാരക്ടറോ അതിന്റെ ബോഡി ലാംഗ്വേജ്, സ്വഭാവം അതൊക്കെ ചേട്ടനിൽ തങ്ങി നിൽക്കും, അല്ല അതോ കട്ട് കഴിഞ്ഞാൽ ബാക്ക് ടു ശരത്താണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഇപ്പൊ വലിച്ചു കീറും. അല്ല, അത് നമുക്ക് മാത്രം അറിയാവുന്ന സംഭവം. അതെ, ശരിയല്ലേ? അതെ, ഉറപ്പായിട്ടും നമുക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് മൂന്നാമതൊരാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു പക്ഷേ മുമ്പിലിരിക്കുന്ന ഡയറക്ടർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അദ്ദേഹം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആവും. ഞാൻ പറയുമ്പോൾ ചിലപ്പോ അത് ആൾക്കാർക്ക് തള്ളെന്നൊക്കെ തോന്നി. ഒരിക്കലും ഇല്ല, അത് ചേട്ടന്റെ കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ ആണെങ്കിൽ എനിക്ക് ഈ ഓട്ടോഷങ്കർ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വയലൻസ് ചില സമയങ്ങളിൽ അങ്ങനെ അത് ഏകദേശം ഒരു നല്ല നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാള് ഈ ഓട്ടോഷങ്കർ ഷൂട്ടിംഗ് സമയത്ത് ജയിലിൽ കിടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവസാന നിമിഷങ്ങളിൽ ഈ ശങ്കർ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് അവസാന നിമിഷങ്ങളിൽ ജയിലിൽ കിടക്കുന്ന ഒരു സീൻ. ആ അത്തരത്തിലുള്ള സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ മൊത്തം ടീമും നമ്മൾ ആ ഒരു സെറ്റപ്പിലോട്ട് നമ്മളെ കൊണ്ടുവരും. അത് അവരുടെ ഒരു ടാലന്റാണ്. നമ്മൾ പോലും അറിയാതെ ചില സമയങ്ങളിൽ നമുക്ക് ചില പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് പിന്നീട് എപ്പോഴെങ്കിലും നമ്മളത് കാണുമ്പോൾ നമുക്ക് ഇത് നമ്മളായിരുന്നു ഇത് ഭയങ്കര രസകരമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നും. അത് അറിയാൻ പറ്റൂല. അറിഞ്ഞുകൊണ്ട് ചെയ്ത മനഃപൂർവ്വം ആക്ടിങ് ആയിപ്പോയില്ല, നമ്മൾ അറിയാതെ സംഭവിച്ചു പോകും. അത് എപ്പോഴും കിട്ടണമെന്നില്ല, കിട്ടിയ ഭാഗ്യം, അത്രേ ഉള്ളൂ. കാലടി കോളേജിൽ ഒന്നിച്ച് പഠിച്ച ആളാണ് രേഷ്മ ചേച്ചി, കോളേജ് മേറ്റ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രണയം എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ? രേഷ്മ അവിടെ BA ഭരതനാട്യം, ഞാൻ അവിടെ തിയേറ്റർ MA തിയേറ്റർ. കോളേജിൽ വെച്ചിട്ടുള്ള പരിചയമാണ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്റെ നാടകങ്ങളൊക്കെ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജിൽ ചെയ്യുന്ന നാടകങ്ങളൊക്കെ. പിന്നെ
നല്ല മനസ്സുള്ളവർക്കല്ലേ പ്രണയിക്കാൻ പറ്റും. പ്രണയമായി അത്ര ചേട്ടന് പ്രണയിച്ച കുട്ടി തന്നെ വേറെ കഴിച്ചില്ലേ? അതെ, അത് പോയില്ല. അതെ. ചേട്ടന് കരിയറിൽ വെൽ പ്ലാൻഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ആക്ടർ ആരാണെന്നാ തോന്നിയിട്ടുള്ളത് ഇതുവരെ? ഇപ്പോഴാ ഇപ്പൊ ഉള്ള ആക്ടേഴ്സിൽ വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്നത്? വെൽ പ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വേറെ ആരെയും ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തില്ല. ഞാൻ എന്നെ തന്നെ മാത്രമാണ് ഒബ്സർവ്. ഞാൻ വെരി പ്ലാൻഡ് ആണ്. അപ്പൊ ചേട്ടൻ വെൽ പ്ലാൻഡ് ആയിട്ടാണ് വെരി പ്ലാൻഡ് എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ എന്റെ നേരത്തെ പറഞ്ഞത് എന്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ആ സിനിമകളെ ക്യാരക്ടർ വർക്ക് ആവാതെ വരികയും അല്ലെങ്കിൽ സിനിമ പരാജയപ്പെടുമ്പോഴൊക്കെ ഞാൻ വെൽ പ്ലാൻഡ് ആവും. എന്താണ്, അടുത്ത സിനിമയ്ക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം, അടുത്ത സിനിമ കഥ കേൾക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കഥകൾ സമീപിക്കണം, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം, ഞാൻ സ്വയം മാറണം. ഇൻഡസ്ട്രിയിൽ ഞാൻ വന്ന സമയത്തുള്ള ആളല്ല ഇപ്പൊ. ഇനി 5 വർഷം കഴിയുമ്പോൾ ഇയാൾ ആയിരിക്കാൻ പാടില്ല, ഇല്ലേ? കുറെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവണം. അപ്പൊ അങ്ങനത്തെ രീതിക്ക് പ്ലാൻഡ് ആണ്. വേറെ ഭയങ്കര ഇന്റർമീനിങ് പ്ലാനിങ് ഒന്നും അല്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ആക്ടറാണ്, നമുക്ക് സിനിമയിൽ നിന്നാലേ പറ്റുള്ളൂ, വേറെ ആരും നമുക്ക് കൊണ്ടുതരാനില്ല. അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അത്രേ ഉള്ളൂ. സിനിമയിൽ വന്ന സമയത്തുള്ള ആളല്ലല്ലോ ഇപ്പൊ. അപ്പൊ വന്ന സമയത്ത് സിനിമയിൽ നിന്ന് പഠിച്ച ഒരു ലെസൺ എന്തായിരിക്കും? അതിപ്പോഴും ചേട്ടൻ ഫോളോ ചെയ്യുന്ന ഒരു ലെസൺ? സിനിമയിൽ വന്ന സമയത്ത് സിനിമയിൽ നിന്ന് ചേട്ടൻ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായല്ലോ, ഇത് നല്ലൊരു ലെസൺ ആണ്, അത് ലൈഫിലേക്ക് എടുത്തിട്ട് ഇപ്പോഴും അത് മുന്നോട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ ചിലപ്പോ സിനിമ. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ക്ഷമയാണ്. ക്ഷമ വേണം. കാര്യം എല്ലാം എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നാളെ നമ്മൾ എന്താകും അല്ലെങ്കിൽ ഇന്ന് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ഷമ വേണം. എത്രത്തോളം ക്ഷമ വേണം അത്രത്തോളം നമുക്ക് നല്ലതേ ഉണ്ടാവും. പറഞ്ഞ പോലെ പരാജയങ്ങളാണെങ്കിലും വിജയങ്ങളാണെങ്കിലും ഒന്നും ഒരു സമയത്തും നമുക്ക് ഇങ്ങനെ കയ്യിൽ നിൽക്കുന്നതല്ല. ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാനൊക്കെ കുറെ ഇങ്ങനെ പഠിച്ച വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടിയാലും കാരണം നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യണം. ഒരു ക്യാരക്ടർ ആ സിനിമ കിട്ടാനായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്നും ഹർബറി കാണിക്കരുത്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അവനവന് കറക്റ്റ് സമയം വരും, അപ്പൊ അത് നന്നായിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഒരു മത്സരമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വിമർശനങ്ങളും റിജക്ഷൻസ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാ ചേട്ടൻ കൈകാര്യം ചെയ്തു പോകുന്നത്? നല്ലതായിട്ട് മാത്രമേ എല്ലാം നമ്മളെ മിസ്റ്റേക്കാണ്, ഇല്ലേ? നമ്മൾ നിൽക്കേണ്ടടുത്ത് മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളൊന്നും പറയില്ല. ഇനിയിപ്പൊ അങ്ങനെ നിന്നിട്ടും പറയുകയാണെങ്കിൽ തന്നെ പറയട്ടെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പം സിനിമയിൽ അഭിനയിച്ച് നല്ല രീതിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള വിമർശനങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് എടുക്കുക, അതിനെടുത്ത് അകത്തോട്ട് വെക്കേണ്ടല്ലേ. അത് കേട്ടിട്ട് അത് മനസ്സിലാക്കി നമ്മൾ എവിടെന്നാ വരണേ, നമ്മൾ പെട്ടെന്ന് വന്ന ആളെന്ന് നമ്മൾ എവിടെന്നാ വരണേ, നമ്മൾ ഇതിനെക്കാട്ടി അധികം വിമർശനങ്ങളും ഇതിനെക്കാട്ടി അധികം കൂവലുകളും കളിയാക്കലുകളും ഇടയിൽ നിന്ന് വന്നേ. അതുകൊണ്ട് ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ നമ്മളത് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കും. ശരിയാണെന്ന് പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയെന്ന് തന്നെ പറയും. അത് വേറെ മാറ്റമൊന്നുമില്ല.